ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഷിറിൽ. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ടേസ്റ്റ് ഔട്ട്ഡോർസ്. ഞങ്ങളിന്ന് രാവിലെ ഇൻലാൻഡ് സീയിൽ മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ്. ബിബിനുണ്ട്, അശോകുണ്ട്. അപ്പോൾ ഞാനും ബിബിനും അശോകും കൂടെ വന്നേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കിങ് പിടിച്ചത് അശോകാണ്. അപ്പോൾ ഇന്നത്തെ കാര്യം എന്തോന്ന് അറിയത്തില്ല. ഇന്ന് മിക്കവാറും അശോകനായിരിക്കും ലോട്ടറി അടിക്കുന്നത്. എന്തായാലും നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന റീല്. ഡൈവ BG 4000H. ഷിമാനോ വെഞ്ചൻസ്. അവിടെ കണ്ടോ, ആ ഫ്രണ്ടിൽ കാണുന്നത് മൊത്തം മീനിൻ്റെ ആക്ടിവിറ്റിയാണ്. അത് മൊത്തം മീനാണ്. അത് എന്ത് മീനാണെന്ന് അറിയത്തില്ല. ക്യൂൻ ഫിഷോ കിങ്ങോ ഒക്കെ ആയിരിക്കും. കിങ് ആവാൻ സാധ്യത. കിങ് ആണെന്നുണ്ടെങ്കിൽ ജമ്പ് ചെയ്യും. ക്യൂൻ ഫിഷിൻ്റെ ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ ബോട്ടത്തിൽ അപ്പോൾ കിങ് ഫിഷും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോൾ കുറച്ചും കൂടി നേരം കൂടെ കഴിയുമ്പോഴത്തേനും അത് ഇങ്ങോട്ട് അടുത്തടുത്ത് വരും. നമുക്ക് അടുത്തടുത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടും മീൻ. ഇപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്ത് അത്രയും ദൂരം പോകത്തില്ല. കാരണം നല്ല ദൂരത്തിലാണ് അതുള്ളത്. നമുക്ക് നോക്കാം. അത് കുറച്ച് കഴിയുമ്പോഴത്തേനും ഇങ്ങോട്ട് അടുത്ത് വരാനുള്ള സാധ്യതയുണ്ട്. മീൻ അടിച്ചു കണ്ടോ. ഫസ്റ്റ് കാസ്റ്റിൽ തന്നെ എനിക്ക് മീൻ അടിച്ചു. അപ്പോൾ ആ ആക്ടിവിറ്റിയിൽ ഉണ്ടായിരുന്ന മീനൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ഷോറിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് കൂടുതൽ മീൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ അടിച്ചേക്കുന്നത് ഒരു ക്യൂൻ ഫിഷാണ്. വലിയ സൈസല്ല, ചെറിയൊരു സൈസ് ക്യൂൻ ഫിഷാണ് അടിച്ചേക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ കിങ് ഫിഷൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി കിങ് ഫിഷ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ. എന്തോരം ട്രൈ ചെയ്യാം. ഇന്നത്തെ ഫസ്റ്റ് ക്യാച്ചാണ് ക്യൂൻ ഫിഷ്. നമുക്ക് കിട്ടിയ ചെറിയൊരു ക്യൂൻ ഫിഷാണ്. എന്താ റിലീസ് ചെയ്യാൻ പോവാം. നമുക്ക് വേണ്ട. ഓക്കെ, ഇതേ അടുത്ത മീൻ അശോകനും അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല ഫൈറ്റ് ഉണ്ടല്ലോ. കിങ് ആവാനാണ് സാധ്യത. നമുക്ക് നോക്കാം. ഓ, കിങ് ആണ്. പതുക്കെ. ഈ വെള്ളത്തിൽ പോവല്ലേ എന്റെ പൊന്നെ. വല്ലപ്പോഴും അത്യാവശ്യം നല്ല സൈസുള്ളൊരു കിങ് ആണ്. എനിക്കൊരു ചെറിയ കുഞ്ഞ് ഹമൂർ, ആ റെഡ് ഹമൂറിൻ്റെ ഒരു കുഞ്ഞ് വന്നിട്ട് ചൂണ്ടയിൽ ഉടക്കിയതാണ്ടോ. അത് വലിയ ഡാമേജ് ഒന്നുമില്ല. നമുക്കതിനെ റിലീസ് ചെയ്യാം. നല്ല രസമുണ്ടല്ലേ കാണാൻ. തീരെ ചെറുതാണ്. ഇത് സാധാരണ അധികം വലിപ്പം വെക്കുന്ന മീനല്ല. ഒരു 1.5 കിലോ 2 കിലോ ഒക്കെ മാക്സിമം വലിപ്പം വരും. അത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തേത്. പോട്ടെ, പോകുന്ന പോക്കുണ്ടല്ലേ. അവിടെ അടുത്ത മീൻ അടിച്ചു. നമ്മൾ ഇതിനെ വിടാൻ വന്നപ്പോഴത്തേനും അവിടെ അടുത്ത മീൻ അടിച്ചു. ഇന്ന് അശോകൻ്റെ ദിവസമാണല്ലോ. അശോകനാണ് മീനെല്ലാം അടിക്കുന്നത്. ഞാൻ ഇന്നും വീഡിയോ ഒക്കെ എടുത്ത് നടക്കത്തേ ഉള്ളൂ. എനിക്ക് കാസ്റ്റ് ചെയ്യാൻ ടൈം കിട്ടുമെന്ന് തോന്നുന്നില്ല. നല്ല ഫൈറ്റ് ഉണ്ടല്ലോ. എന്താ മീൻ, എന്ത് സാധനം അത്. മിക്കവാറും ക്യൂൻ ആവാനേ സാധ്യതയുള്ളൂ. അതാണ് ഇത്ര ഫൈറ്റ്. കാരണം അതിൻ്റെ ഫൗൾ ഹുക്ക് ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിങ്ങനെ പോകുന്നത്. ഗൾഫിലെ കടലിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരുതരം മീനാണ് ക്യൂൻ ഫിഷ്. ഇതിൻ്റെ ആക്ടിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ലൂറോ ജിഗോ ഇട്ട് കഴിഞ്ഞാൽ അന്നേരം തന്നെ ഈ മീൻ അടിക്കും. മറ്റുള്ള മീനിൻ്റെ കൂട്ടല്ല, ഇത് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യും. അതുപോലെ കൂടുതലും ഫൗൾ ഹുക്കായിരിക്കും. ഇത് ഫൗൾ ഹുക്കാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ മീനെ പിടിച്ച് കയറ്റാൻ ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ഷേപ്പ്, പരന്ന ഷേപ്പും കൂടെ ആയത് കാരണം ഈ മീൻ നല്ലപോലെ ഫൈറ്റ് ചെയ്ത് നിൽക്കും. നമുക്ക് വലിച്ചു കയറ്റാൻ ഭയങ്കര പാടാണ്. ഒരുപാട് സമയമെടുക്കും ഇതിനെ നമുക്ക് ലാൻഡ് ചെയ്യിപ്പിക്കാൻ. പിന്നെ ഇതിൻ്റെ സ്കിൻ ഭയങ്കര കട്ടിയാണ്. അതുകൊണ്ട് ഹുക്കപ്പായി കഴിഞ്ഞാൽ ഒരു കാരണവശാലും പറഞ്ഞു പോകത്തില്ല. ഇനി ഇത് വലിയൊരു ടേസ്റ്റുള്ള മീനൊന്നുമല്ല. അതുകൊണ്ട് സാധാരണ ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല. കിട്ടിയാൽ തന്നെ ഒന്നുകിൽ റിലീസ് ചെയ്യാറാണ് പതിവ്. പിന്നെ ഞങ്ങൾ ബോട്ടിലൊക്കെ പോകുമ്പം ഈ ക്യൂനിൻ്റെ ആക്ടിവിറ്റി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒന്നും കാസ്റ്റ് ചെയ്യത്തില്ല. വരട്ടെ, പതുക്കെ മതി. അധികം ആഞ്ഞു വലിക്കേണ്ട, ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കുറേ ഓടിയോ ക്യൂന ഫൗളൂക്ക. വലിച്ചോ. ബരുതു ചെറിയ ക്യൂനല്ലേ. ചെറിയ ക്യൂൻ. അയ്യോ, ഈ പിടിത്തമെല്ലാം പിടിച്ച എന്നെ പിടിത്താ പിടിച്ചത്. അയ്യോ, എൻ്റെ കൈ. ഫൗളൂക്കാണ് കേട്ടോ. ഇത് കറക്റ്റ് അതിൻ്റെ തൊലിയിലാണ് കയറിയേക്കുന്നത്.
അപാര തൊലിക്കട്ടിയുള്ളൊരു മീനാണ് സാധനം. എൻ്റെ ചാക്ക് പോലെ അതിൻ്റെ തൊലി ഇരിക്കുന്നത്. ഒരു കാരണവശാലും പറഞ്ഞു പോകത്തില്ല. വലിച്ചിട്ട് ആ കയറി. അവിടെ കുറേ ദൂരെ കണ്ടോ, നല്ല ആക്ടിവിറ്റി ഉണ്ട് ഇവിടെ. നമ്മൾ നേരത്തെ കണ്ട ആക്ടിവിറ്റി ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ആ മീൻ അവിടെ നിന്ന് പോയിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് മീൻ അടിക്കാനുള്ള സാധ്യതയുണ്ട്. അശോക്, മൂന്നാമത്തെ മീൻ. വലിച്ചു കയറ്റിക്കോ, ക്യൂനെങ്കിൽ ക്യൂൻ. പിങ്ക് സിൽവർ എടുത്തിട്ട് അതിലാ ക്യൂൻ അടിക്കുന്നത്. ദേ വരുന്നു ക്യൂൻ ഫിഷ്. എല്ലാം അടിക്കുന്നുണ്ടോ? പിങ്ക് സിൽവറിലാണ് മീനൊക്കെ. പിങ്ക് സിൽവറിലാണ് മീൻ അടിക്കുന്നത്. വിട്ടാലോ നമുക്ക്? എടുത്തു വിടുന്നല്ലോ, എടുത്തു വിടും. ഊരുമ്പോ ശ്രദ്ധിക്കണം. ആ പിന്നെ പ്ലെയർ എവിടാ? അവസാനം വിടാന്ന് പറഞ്ഞത് ചത്തു പോകത്തില്ലടാ. ഈ കയറരുത് ഒരു കാരണവശാലും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്യാച്ചസ്. ഒരു കിങ് ഫിഷ്, 2 ചെറിയ ക്യൂന്, പിന്നെ ഇവിടെ കുറേ നൈസർ പിടിച്ചു. ഇന്നത്തെ ദിവസം അടിപൊളി ദിവസമായിരുന്നു. തകർത്ത് മീൻ പിടിച്ചു. അപ്പോൾ ഇനി ഞങ്ങൾ പതുക്കെ തിരിച്ചു പോവുകയാണ്. ഓക്കെ, ബൈ.